الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد فيا إخواني في الله മഹാനായ താബിഈ സാബിത്തുൽ ബുനാനി റഹിമഹുല്ലാ അബു മുഹമ്മദ് സാബിത്ത് ബിൻ അസ്ലം അൽ ബുനാനി റഹിമഹുല്ലാ ഹിജ്റ 127 അദ്ദേഹം വഫാത്താകുന്നത്. അദ്ദേഹം പറയാണ്, റഅയ്തു റജുലൻ യദ്രിബു അബാഹു ഫി മൗളിഇൻ. ഞാൻ ഒരാളെ കണ്ടു, അയാളുടെ പിതാവിനെ ഉപ്പയെ ഒരു സ്ഥലത്ത് വെച്ച് അടിക്കുകയാണ്. തൻ്റെ പിതാവിനെ അടിക്കുന്ന ഒരാളെ ഞാൻ കണ്ടു ഒരു സ്ഥലത്ത് വെച്ച്. ഫഖീല ലഹു, ആ സമയത്ത് ചോദിക്കപ്പെട്ടു, മാ ഹാദ, ഇതെന്താണ്? അപ്പോൾ ഫഖാലൽ അബു, ആ അടി കിട്ടിക്കൊണ്ടിരിക്കുന്ന ആ പിതാവ് പറയാണ്, ഖല്ലു അൻഹു, നിങ്ങളവനെ വിട്ടേക്കുക, എൻ്റെ മകനെ നിങ്ങൾ വിട്ടേക്കുക. ഫഇന്നി കുൻതു അദ്രിബു അബി ഫി ഹാദൽ മൗദിഅ, ഈ സ്ഥലത്ത് വെച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഉപ്പയെ മുമ്പ് അടിച്ചിട്ടുണ്ട്, എൻ്റെ പിതാവിനെ ഞാൻ ഈ സ്ഥലത്ത് വെച്ച് അടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ മകനെ നിങ്ങൾ വിട്ടേക്കുക. കാരണം ഫബ്തുലീതു ബിബ്നി യദ്രിബുനി ഫി ഹാദൽ മൗദിഅ, എൻ്റെ മകനെ കൊണ്ട് ഞാൻ പരീക്ഷിക്കപ്പെട്ടതാണ്. ഈ സ്ഥലത്ത് വെച്ച് തന്നെ അവൻ എന്നെ അടിക്കുന്ന അവസ്ഥയുണ്ടായി. അതെനിക്ക് ഉണ്ടായിട്ടുള്ള പരീക്ഷണമാണ്. കാരണം എൻ്റെ പിതാവിനെ ഞാൻ ഇതേ സ്ഥലത്ത് വെച്ച് അടിച്ചിട്ടുണ്ടായിരുന്നു. അതിനുള്ള ശിക്ഷ എന്നോണം എനിക്ക് എൻ്റെ മകനിൽ നിന്ന് അതേ സ്ഥലത്ത് വെച്ച് തന്നെ അടി കിട്ടിയതാണ്. അതുകൊണ്ട് നിങ്ങൾ അവനെ വിട്ടേക്കുക, എനിക്ക് കിട്ടേണ്ട ശിക്ഷയാണ്, ഞാൻ എൻ്റെ പിതാവിനോട് ചെയ്ത തെറ്റാണ് ഞാൻ ഇവിടെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ താല്പര്യം. നോക്ക്, മാതാപിതാക്കളെ ഉപദ്രവിക്കുക എന്നുള്ളത് വലിയ ഗുരുതരമായ വൻ പാപമായിട്ടാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. നമ്മൾ ഉപ്പയെ ദുനിയാവിൽ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ ദുനിയാവിൽ തന്നെ അള്ളാഹു തആല നമ്മളെ ശിക്ഷിക്കും. അതിനുള്ളൊരു ഉദാഹരണമാണ് നമ്മളിവിടെ കണ്ടത്. തൻ്റെ പിതാവിനെ അടിച്ചൊരു സ്ഥലത്ത്, അതേ സ്ഥലത്ത് വെച്ച് തന്നെ തൻ്റെ മകനിൽ നിന്ന് അടി കിട്ടുന്ന ഒരവസ്ഥ ഒരാൾക്കുണ്ടായിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ അപമാനം വേറെയില്ല. അതുകൊണ്ട് മാതാപിതാക്കളോട് മാന്യമായി ഏറ്റവും നല്ല രൂപത്തിൽ അവർക്ക് കൊടുക്കേണ്ട അവകാശങ്ങൾ കൊടുത്ത് അവർക്ക് പുണ്യം ചെയ്തുകൊണ്ട് ജീവിക്കാൻ നമ്മൾക്ക് സാധിക്കണം. വാക്കുകൊണ്ടോ പ്രവർത്തനം കൊണ്ടോ അവരെ നമ്മൾ വേദനിപ്പിക്കാൻ പാടില്ല. അത് ദുനിയാവിലും ശിക്ഷ കിട്ടുന്ന കാര്യമാണ്, പരലോകത്ത് എന്തായിരുന്നാലും അതിന് ശിക്ഷയുണ്ടാകും. ഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ ഉപദ്രവിക്കുക എന്നുള്ളത് വൻ പാപമായിട്ടാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. നമ്മൾ നമ്മുടെ മാതാവിനെ അല്ലെങ്കിൽ നമ്മുടെ പിതാവിനെ, ഉപ്പയോ ഉമ്മയോ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ മക്കളിലൂടെ തന്നെ നമ്മൾ അതിൻ്റെ ശിക്ഷ ഈ ദുനിയാവിൽ അനുഭവിക്കാനുള്ള സാധ്യത ഏറെയാണ്. ഈ സംഭവം അതാണ് നമ്മൾക്ക് അറിയിച്ചു തരുന്നത്. നമ്മൾ ശ്രദ്ധിക്കുക, മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ബർറുൽ വാലിദൈൻ അല്ലെങ്കിൽ ബർറുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുന്ന മക്കളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.